പെട്ട കുട്ടികളെ നമ്മുടെ അടുത്ത ക്ലാസ്സാണ് ട്രിഗ്നോമെട്രി 1.28. ഇത് നമ്മൾ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇഫ് a plus b equal to 45 degree, comma, show that 1 plus tan a into 1 plus tan b equal to 2. a plus b 45 ഡിഗ്രി ആണെങ്കിൽ 1 plus tan a into 1 plus tan b രണ്ടാണെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. വി ഹാവ് a plus b equal to 45 ഡിഗ്രി നമുക്ക് അറിയുന്നതാണ് അല്ലേ. ഇനി tan a plus b എന്താവും അങ്ങനെയാണെങ്കിൽ, അതായത് tan 45, tan 45 എത്രയാണ്? 1 ആണ്. അപ്പോൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? tan 45 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കിട്ടി. tan a plus bക്ക് പകരം നമുക്ക് വാല്യൂ കൊടുക്കാം, ഇക്വേഷൻ കൊടുക്കാം. എന്താണ് tan a plus b? tan a plus b എന്ന് പറഞ്ഞാൽ tan a plus tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b ആണ്. tan a tan b അത് ഏതിന് പകരമാണ്? ഈ tan a plus bക്ക് പകരം ഇത് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു 1. ഈ ഡിവൈഡഡ് ബൈ മൊത്തം അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ എന്താവും? tan a plus tan b ഈക്വൽ ടു 1 ഇൻറ്റു ഇത് വരും. അപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. 1 മൈനസ് tan a tan b ആണല്ലോ. ഇനി ഇവിടെ ഈ മൈനസ് ഉണ്ടല്ലോ, മൈനസ് tan a tan b, അത് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? പ്ലസ് ആവും. ഇവിടെ ഓൾറെഡി tan a പ്ലസ് tan b ഉണ്ട്. പിന്നെ ആ മൈനസ് tan a tan b ഇങ്ങോട്ട് വരുമ്പോൾ അത് പ്ലസ് tan a tan b ഈക്വൽ ടു 1. പക്ഷെ നമുക്ക് ഇവിടെ 1 അല്ല വേണ്ടത്, 2 ആണ് വേണ്ടത്. അപ്പോൾ രണ്ട് ഭാഗത്തും 1 ആഡ് ചെയ്ത് കൊടുക്കുക. ആഡിങ് ആഡിങ് 1, നമ്പർ 1 ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെ 2 ആക്കണം. അപ്പോൾ 1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 പ്ലസ് tan a പ്ലസ് tan b പ്ലസ് tan a tan b ഈക്വൽ ടു 1 പ്ലസ് 1. 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2. ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മൊത്തത്തിൽ 1 tan a tan b tan a tan b. ഇതിൽ നമുക്ക് ഇതിനെ 1 പ്ലസ് tan a ഇൻറ്റു 1 പ്ലസ് tan b എന്ന് എഴുതാൻ പറ്റും. ഇത് എക്സ്പാൻഡ് ചെയ്താൽ തന്നെ കിട്ടുക 1 ഇൻറ്റു 1 1 1 ഇൻറ്റു tan b tan b tan a ഇൻറ്റു 1 tan a tan a ഇൻറ്റു tan b tan a tan b കണ്ടോ? ഉത്തരമായി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് sin a plus b ഇൻറ്റു sin a മൈനസ് b ഈക്വൽ ടു sin സ്ക്വയർ a മൈനസ് sin സ്ക്വയർ b. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? sin a plus b ഇൻറ്റു sin a മൈനസ് b ഈക്വൽ ടു sin സ്ക്വയർ a മൈനസ് sin സ്ക്വയർ b എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് sin a plus ബിയുടെയും sin a മൈനസ് ബിയുടെ ഒക്കെ ഇക്വേഷനും അറിയാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സൈഡ് എടുത്ത് തുടങ്ങുകയാണ്. sin a plus b ഇൻറ്റു sin a മൈനസ് ബി. എന്തായിരുന്നു sin a plus b? sin a plus b എന്താ? sin a cos b പ്ലസ് cos a sin b. ഈ sin a plus bക്ക് പകരം എന്ത് എഴുതാം? sin a cos b പ്ലസ് cos a sin b ഇൻറ്റു sin a മൈനസ് ബി എന്താണ്? sin a cos b മൈനസ് cos a sin b. sin a cos b മൈനസ് cos a sin b ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഇനി നമ്മൾ ഇതിനെ ഉള്ളിലേക്കിട്ട് ഗുണിക്കുകയാണ്. sin a cos b ഇതിനപ്പുറത്ത് എഴുതാം. ഒന്നും കൂടി ആ സ്റ്റെപ്പ് എഴുതാം കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു sin a cos b പ്ലസ് cos a sin b ഇൻറ്റു sin a
കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. നോക്കി മക്കളെ, ഇത് സൈൻ എ കോസ് ബി, ഇതും സൈൻ എ കോസ് ബി, ഇത് കോസ് എ സൈൻ ബി, ഇതും കോസ് എ സൈൻ ബി. അപ്പോൾ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി മോഡലാണല്ലേ. ഒരേ ടേം സൈൻ എ കോസ് ബി, സൈൻ എ കോസ് ബി, കോസ് എ സൈൻ ബി, കോസ് എ സൈൻ ബി. ആദ്യത്തിൽ പ്ലസും രണ്ടാമത്തിൽ മൈനസും. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എക്ക് പകരം സൈൻ എ കോസ് ബി ആണ്. അതിൻ്റെ സ്ക്വയർ മൈനസ് ബി എന്താ? കോസ് എ സൈൻ ബി. അതിൻ്റെ സ്ക്വയർ സൈൻ എ കോസ് ബിയുടെ സ്ക്വയർ മൈനസ് കോസ് എ സൈൻ ബിയുടെ സ്ക്വയർ. അതിനെങ്ങനെ എഴുതാം? എച്ച് ഈസ് ഈക്വൽ ടു ഈ സ്ക്വയർ ഉള്ളിലേക്ക് കൊടുക്കുക. സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ ബി മൈനസ് കോസ് സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി. ഇതിൽ നമുക്ക് സൈൻ സ്ക്വയർ അതിന് ആവശ്യമുണ്ട്. കാരണം ആൻസറിൽ എന്താ വേണ്ടത്? തെളിയിക്കേണ്ടത് സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി ആണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സൈൻ സ്ക്വയറിന് സൈൻ സ്ക്വയർ ബീനെയാണ് ആവശ്യം അല്ലേ. അപ്പോൾ ഈ കോസ് സ്ക്വയറിന് നമുക്ക് സൈനിൻ്റെ ടേമിലേക്ക് മാറ്റാം. ഈ സൈൻ സ്ക്വയറെ അവിടെ ഇരിക്കട്ടെ. കോസ് സ്ക്വയറിന് എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ എഴുതി കൂടെ. അതേപോലെ മൈനസ് കോസ് സ്ക്വയർ എനെ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് എഴുതാം ഇൻറ്റു സൈൻ സ്ക്വയർ ബി. ഇനി എന്താ ചെയ്യുക? ഈ ഇതിനിട്ട് ഉള്ളിലേക്ക് വിളിക്കുക. സൈൻ സ്ക്വയർ എ ഇൻറ്റു 1 സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി മൈനസ് 1 ഇൻറ്റു സൈൻ സ്ക്വയർ ബി സൈൻ സ്ക്വയർ ബി മൈനസ് പ്ലസ് സൈൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി. ഇവിടെ പ്ലസ് സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ ബിയും ഇവിടെ മൈനസ് സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ ബിയും രണ്ടാം കൂടി ക്യാൻസലായി പോകും. ബാക്കി ഉണ്ടാവുക സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് സൈൻ π/3 പ്ലസ് എ മൈനസ് സൈൻ π/3 മൈനസ് എ ഈക്വൽ ടു സൈൻ എ. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സൈൻ π/3 പ്ലസ് എ മൈനസ് സൈൻ π/3 മൈനസ് എ ഈക്വൽ ടു സൈൻ എ എന്ന് പ്രൂവ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ സൈൻ എ പ്ലസ് ബി വെച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സൈഡ് എടുത്ത് തുടങ്ങുകയാണ്. സൈൻ π/3 പ്ലസ് എ മൈനസ് സൈൻ π/3 മൈനസ് എ ആണല്ലോ. പിന്നെ സൈൻ എ പ്ലസ് ബി എന്ന് എഴുതാം. സൈൻ എ പ്ലസ് ബി എന്താണ്? സൈൻ എ പ്ലസ് ബി എന്താ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. അപ്പോൾ എയുടെ സ്ഥലത്ത് π/3യും ബിയുടെ സ്ഥലത്ത് എയും. അപ്പോൾ സൈൻ എ അതായത് സൈൻ π/3 കോസ് ബി പ്ലസ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണല്ലോ. മൈനസ് ഏത് മൈനസാണിത്? ഈ മൈനസ് കേട്ടോ. സൈൻ π/3 മൈനസ് ഏതാണ്? സൈൻ എ മൈനസ് ബി പോലെ. അതെന്താണ്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സൈൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എ. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ മൈനസ് ഉള്ളിൽ കൊടുക്കണം. അപ്പോൾ ഈ എഴുതി ഫസ്റ്റ് ബ്രാക്കറ്റ് ഞാൻ അതുപോലെ തന്നെ എഴുതുകയാണ്. സൈൻ π/3 കോസ് ബി പ്ലസ് കോസ് π/3 ബി ഇല്ലടാ എ ആണ്. ബിയുടെ സ്ഥലത്ത് എ ആണ്. സൈൻ എ മൈനസ് സൈൻ π/3 കോസ് എ ഈ മൈനസും കൂടി പ്ലസ് കോസ് π/3 സൈൻ എ ആണല്ലോ. ഇനി എന്ത് വേണം? ഇത് ഇത്തരം സൈൻ എ നമുക്ക് കിട്ടണ്ടേ? സൈൻ π/3 കോസ് എ സൈൻ π/3 കോസ് എ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. അപ്പോൾ ഇത് രണ്ടും പോയി. കോസ് π/3 സൈൻ എ പ്ലസ് കോസ് π/3 സൈൻ എ അതായത് 2 കോസ് π/3 സൈൻ എ
എന്താ 5/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആംഗിള്? പൈ എന്ന് പറഞ്ഞാൽ 180 കൊടുത്താൽ 180 3 60. 2 cos 60 sin A. എന്താ മക്കളെ cos 60യുടെ വാല്യൂ? 1/2 അല്ലേ? 2 1/2 sin A. 2 ക്യാൻസൽ ചെയ്താൽ ആൻസർ sin A. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എത്തി. ഓക്കെ.